നമ്മൾ ലോകനാഥ് കാവിലാണുള്ളത്. വടകരയുള്ള ഒരു പ്രശസ്തമായ കാവാണ് ലോകനാഥ് കാവ്. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് വ്യൂസൊക്കെ കാണിക്കാനാണ് ഇന്ന് പ്ലാനിങ്. അപ്പോൾ ഇത് പാർട്ട് 1 ഉം 2 ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലോകനാഥ് കാവ് കാണിച്ചു തരാം. പിന്നെയുള്ളത് സർപ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് കാണിച്ചു കാവ്. ഇനി അകത്തേക്ക് കയറുന്നത് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. സൈഡിലൊക്കെയുള്ള ചെറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാവിലേക്ക് കയറാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ ഇത് അവിടെ ഒരു വലിയൊരു മരമാണ്, ആൽമരാണിത്. നല്ലൊരു വലിപ്പമുള്ള നല്ല രസമാണ് ഇത് കാണാൻ. ചിറ വരുന്നത്. അപ്പൊ ആ സൈഡിലോട്ട് പോയാലാണ് നമ്മുടെ ചിറ എത്തുന്നത്. ഫ്രണ്ട്സ്, അകത്ത് കയറുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നടവഴിയാണിത്. ഇതിലൂടെ ചുറ്റി നടക്കണം. അപ്പോൾ അങ്ങനെയാണ് പോകേണ്ടത്. ഇത് കുറച്ച് നല്ല വലിയ അമ്പലമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് വടക്കൻ വീരഗാഥകളിലെ വീരനായകനായ തച്ചോളി ഒതേനൻ്റെ കുടുംബക്ഷേത്രമായാണ് ലോകനാഥ് കാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമ്മളങ്ങനെ ആ കാവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചുറ്റുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ എന്തെല്ലോ സംസാരിക്കുന്നുണ്ട്. ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ സ്ഥലങ്ങൾ. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. നല്ല വ്യൂ എല്ലാണ്. നല്ലോണം ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റുന്ന വ്യൂ ആണ്. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നിന്നിട്ടെല്ലാം എടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടൊക്കെയാണ്. ഇനി താഴോട്ടൊരു ഇടവഴിയുണ്ട്. അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ സൈഡ് കയറാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല. കൊറോണ കാരണം അവിടെ ഫുള്ളൊന്ന് പൂട്ടിയിട്ടാണുള്ളത്. ഇനി ഇതിലേ കയറി ഇങ്ങനെ നേരെ നടന്ന് ചെറിയുടെ അടുത്തേക്ക് പോകാനാണ് പ്ലാനിങ്. അപ്പോൾ നമുക്ക് വേഗം പോവാം. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പോയ ആ സ്റ്റെപ്പ് തന്നെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി കയറി കളിക്കുകയാണ്. ഇവിടെ അത്യാവശ്യത്തിന് ആളൊന്നും അധികം ഇല്ല. ഒരു 5-6 ആൾക്കാർ ഉണ്ടായിട്ടുള്ളൂ. അത്രയും ഉണ്ടായിട്ടുള്ളൂ. കുറവാണ് ആൾക്കാർ. നമ്മൾ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പുറത്ത് കുറച്ചുകൂടി ആൾ വന്നിരുന്നു. നമ്മൾ രാവിലെ പുലച്ചക്ക് പോയതാണ്. ഒരു 7 മണിക്ക് പോയതാണ്. നമ്മൾ പോകുന്നത് സർപ്രൈസ് ആണ്. അതെല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക. ഇതാണ് ഞങ്ങൾ വന്ന കണ്ണാട്ടിൻ്റെ വണ്ടി. ഇത് കണ്ണാട്ടിനെ കാണിച്ചു തരാം. കുഞ്ചേട്ടനുണ്ട് നമ്മുടെ കൂടെ. നമ്മളത് ബർത്ത്ഡേക്ക് കുഞ്ചേട്ടൻ ഹായ് പറ.
ഓക്കെ, എന്നാ കാറ് പോവാം. ആ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കേണ്ടിട്ട് നിന്നതാണ്. അതിന്റെ ഇടക്ക് കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ട്. എന്നാലും എടുത്തല്ലേ പറ്റൂ. എവിടെ പോയാലും നമ്മൾ ഫോട്ടോ എടുക്കും. ഇതിങ്ങനെ അവിടെ ഉണ്ടായ കുറച്ച് പൂക്കളെല്ലാം ഇതാക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ്. അപ്പം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ചെറ. വലിയ ചെറയാണ്. ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം എന്താ പറയുക, കുറച്ച് പായലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ആദ്യം ആൾക്കാരെല്ലാം കുളിക്കാൻ വരും. അപ്പൊ നമ്മള് കൂടെ അമ്മയും വന്നിട്ടുണ്ട്. ചെറിയാണ്, വലിയ ചെറിയാണ്, നല്ല ആഴമുണ്ട്. നെക്സ്റ്റ് വീഡിയോ സസ്പെൻസ് ആണ്. ആദ്യം ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കാനെല്ലാം വരുന്നു. ഇപ്പം ഇവിടെ ഇങ്ങനെ കാടൊക്കെ പിടിച്ചുകൊണ്ട് കൊറോണ എല്ലാം ആയതുകൊണ്ടാണ് ഇപ്പം കുളിക്കാനൊന്നും ആരും വരാത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞങ്ങൾ ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.